വിഡ്ഢി എന്ന് പറഞ്ഞ ആള് വിഡ്ഢിയാണ്. അയാളെ കൊണ്ടൊന്നും അയാൾ വെറുതെ എന്തെങ്കിലും പറയാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനി വാഹനം കമ്പനിയുടെ സൗകര്യത്തിന് മാത്രം ഇറക്കുക, അത് ഉപയോഗിക്കുക. അതിന് സൗകര്യം ഇല്ലാത്ത ഈ നാട് വിട്ട് പോയിക്കോട്ടെ. ആവശ്യത്തിനാവാം, കൂടുതലായാലും ബുദ്ധിമുട്ടാണ്. വാഹനങ്ങളിലെ പാട്ട് നല്ലതല്ല, ഡ്രൈവറുടെ ശ്രദ്ധ മാറിപ്പോവും. റോഡിലാകുമ്പോൾ അത് പബ്ലിക്കിൻ്റെ സ്പേസാണ്, അവിടെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കേന്ദ്ര നിയമങ്ങളാണത്, അത് അവിടുന്ന് വന്നവരെ പറയാൻ പാടും. ബൈക്കിന്റെ ഒക്കെ മോഡല് അത് ഒഴിവാക്കാനാണ്. അല്ല, കാലത്തിനനുസരിച്ച് മാറ്റമൊക്കെ വരണ്ടേ? ചക്രങ്ങളിലെ വിസ്മയങ്ങളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ. എന്നാൽ ഇന്ന് ഈ കേരളത്തിലെ റോഡുകളിൽ ഒരു സൈലൻസർ മാറ്റിയാലോ വണ്ടിയുടെ നിറം ഒന്ന് പരിഷ്കരിച്ചാലോ വലിയ കുറ്റകൃത്യമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റോഡ് സുരക്ഷയുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന പരിശോധനകൾ പലപ്പോഴും യുവാക്കളെ വേട്ടയാടുന്ന രീതിയിൽ മാറുന്നുണ്ട്. പക്ഷേ അത് ഒരു നാടിന്റെ ക്രിയേറ്റിവിറ്റിയെയും ഈ മേഖലയെ വിശ്വസിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെയും തകർക്കണം. ഇനി ജനം പറയട്ടെ. വാഹന മോഡിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വാഹന മോഡിഫിക്കേഷൻ പറയുകയാണെങ്കിൽ പിന്നെ അത് തെറ്റെന്ന് പറയാനില്ല. നല്ല ഓവർ ഡാർക്കിൽ, നല്ല ഓവർ ആർട്ടിഫിഷ്യൽ അപകടങ്ങൾ ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നതിന് പ്രശ്നമില്ല. കാരണം നമ്മൾ കുറച്ച് വാഹനങ്ങൾ നമ്മൾ സ്വപ്നമല്ല വാഹനങ്ങളും അതിന് മോഡിഫിക്കേഷൻ ചെയ്യലൊക്കെ. അപ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓവർ അപകടങ്ങൾ വരുത്തുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ പല മോഡിഫിക്കേഷനും അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് സൈലൻസർ വെച്ചാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളത് ഓവർ ശബ്ദം ഞാൻ അനുകൂലിക്കണില്ല. പക്ഷെ എന്നാലും ഒരു ആവറേജ് എല്ലാത്തിനൊരു മോഡിഫിക്കേഷൻ നല്ലതാണ്. പക്ഷെ കുറച്ച് ഓവർ ആയിക്കൊണ്ടുള്ള കാട്ടിക്കൂട്ടലൊന്നും നമുക്കൊരു ആർക്കും ഇഷ്ടപ്പെടാത്തതാണ്. അതാണ് എൻ്റെ ഒരു ആവശ്യത്തിനാവാം, കൂടുതലായാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ക്രിയേറ്റിവിറ്റി ആകുമ്പോൾ അവരത് മറന്നു പോകും. ആ വാഹനം ഓടിക്കുന്നതിൻ്റെ ശ്രദ്ധയും കാര്യങ്ങളും വാഹനം എങ്ങനെ മോഡിഫൈ ചെയ്യണം എന്നുള്ളൊരു ഇത് മാത്രമേ അവർക്ക് മനസ്സിലുണ്ടാവുള്ളൂ. പലതരത്തിലുള്ള മോഡിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ. ലൈറ്റ് വയ്ക്കുക, സൗണ്ട് കൂടുതൽ, പിന്നെ സോങ്സ്, പാട്ടുകൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? വാഹനങ്ങളിലെ പാട്ട് നല്ലതല്ല, ഡ്രൈവറുടെ ശ്രദ്ധ മാറിപ്പോവും. മോഡിഫിക്കേഷൻ അപകടകരമായ രീതിയിലല്ലെങ്കിൽ ഓക്കെ. പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ. പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, പക്ഷെ ശ്രദ്ധ ഡ്രൈവറെ എടുത്താണ്. ഡ്രൈവർ പാട്ടിൽ ചിലപ്പം ഇൻക്ലൂഡ് ആണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് മാറിപ്പോവും. മുന്നിലുള്ള വാഹനത്തിനെ കാണില്ല, ബ്രേക്ക് ചവിട്ടാനുള്ള താമസം വരും, അങ്ങനെയൊക്കെ വരാം. ലൈറ്റിങ്ങിനെ കുറിച്ചിട്ടോ? ലൈറ്റിങ്ങും അമിതമായിട്ടുള്ള ലൈറ്റിങ് അതിൻ്റെ ഉള്ളിലാവുമ്പോൾ യാത്രക്കാർക്കത് ബുദ്ധിമുട്ടാം. പിന്നെ പാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തലവേദനയൊക്കെ ഉണ്ടാവാം, അപ്പോൾ അവർക്കത് അസഹ്യമാവും. അങ്ങനെയൊക്കെ തരും. ഓക്കെ, അതിനെപ്പറ്റി പറയാനുള്ളതെന്നാൽ അപകടപരമല്ലാത്ത വാഹന മോഡിഫിക്കേഷൻ ആണെങ്കിൽ നല്ലതാണ്. ഗവൺമെൻറ് പറയുന്ന റൂളിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ ഞാൻ സതീശൻ സാറ് യോജിക്കുന്നുണ്ട്. ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ നല്ലതാണ്. മോഡിഫിക്കേഷൻ തീരെ പാടില്ല എന്നുള്ളത് അനുയോജ്യമായി തോന്നുന്നില്ല. അപ്പോൾ ഇതിനെ കുറിച്ച് ക്രിയേറ്റിവിറ്റികളായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ മാഡം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഇതൊരു ജോബായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർ. ജോബിന് എന്ന് പറയുമ്പോൾ അത് ഈ നമുക്ക് ഗവൺമെൻറ് തരുന്ന കുറച്ച് നിയമവശങ്ങളുണ്ട്. ആ ഒരു നിയമവശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള മോഡിഫിക്കേഷൻ നല്ലതാണ്. അതല്ലാതെ ഈ അപകടപരമായിട്ട് ചെയ്തുവരുന്ന മോഡിഫിക്കേഷൻ യോജിക്കുന്നില്ല. അല്ലാത്ത മോഡിഫിക്കേഷൻ അനുയോജിക്കുന്നില്ല. മോഡിഫിക്കേഷനെ കുറിച്ചിട്ട് നല്ലതുണ്ട്, ആകാത്തതുണ്ട്. ആൾക്കാരെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ പറ്റില്ല. ബസ്സിൽ വൈറ്റ് കളർ അടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പെയിന്റിനെ സംബന്ധിച്ചൊന്നും പെയിന്റ് അടിച്ചുകൊണ്ടൊന്നും ആക്സിഡന്റ് ഒന്നും പറയണില്ലല്ലോ. കുഴപ്പമില്ല, മോഡിഫൈ ചെയ്യാം, അവർക്ക് പറ്റതല്ലേ. എനിക്കതിനോട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിപ്പോൾ ഏത് രീതിയിലായാലും നമ്മളെ ബാധിക്കാത്തൊരു പ്രശ്നമാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് തെറ്റൊന്നും വരുന്നില്ല. ഇപ്പോൾ എത്രയോ KSRTC പോലുള്ള വാഹനങ്ങളിലൊക്കെ ഒത്തിരി രീതിയിൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബസ്സിൽ അങ്ങനെ കൊടുത്തു വെച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല.
വി ഡി സതീശൻ അപകടകരമല്ലാത്ത രീതിയിൽ വാഹന മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. UDF നിലവിൽ വന്ന പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? എനിക്ക് യോജിപ്പുണ്ട്. കാരണം അപകടമല്ലെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒരു തെറ്റുമില്ല. നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിനായാലും മോഡിഫൈ ചെയ്തിട്ട് ഇറക്കുന്നുണ്ട്. വളരെ നല്ല അഭിപ്രായമാണ്. അതിനെ നമ്മൾ പിന്താക്കുന്നു. വാഹനത്തിന് മോഡി, പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം, അതുപോലെ അതിൻ്റെ അലൈൻമെൻറ്റ് സിസ്റ്റം തയ്യാറാകാത്ത വിധത്തിൽ ഏതൊരു മോഡിഫിക്കേഷന് ഞാൻ അംഗീകരിക്കുന്നു. അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വളാഞ്ചേരിയിൽ പൊതുവേ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ആരും അധികാരത്തിൽ വന്നാലും ഈ ട്രാഫിക്കിനെ നിയന്ത്രിക്കാൻ ഒരിക്കലും പറ്റില്ല. ഒന്നാമത് റോഡ് അത്രയും ചെറുതാണ്, അത് വലുതാക്കി എടുക്കാൻ പറ്റില്ല. രണ്ട് സൈഡിലും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. വാഹന മോഡിഫിക്കേഷൻ അപകടങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓക്കെയാണ്. പക്ഷേ അപകടം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ വൈറ്റ് കളറാക്കാൻ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെ കേന്ദ്ര സർക്കാരിന് എന്തൊക്കെ പെർമിറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അപകടങ്ങളില്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ്. പക്ഷേ റിസ്ക് ആണത്. രാത്രിയൊക്കെ വിഷയങ്ങളുണ്ടാവും. അത് ഈ ബസ്സുകൾക്ക് കളർ കോഡ് അടിച്ചുകൊണ്ട് ഇപ്പൊ അപകടം നടക്കുന്നെന്താ? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഒരു വട്ടം രാത്രി ഒരു അപകടമോ മറ്റുണ്ടായോ, രാത്രി ലൈറ്റ് കൊണ്ടോ അങ്ങനത്തെ അപകടം എന്തോ ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് മാറ്റാനുള്ളൊരു തീരുമാനം എടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആവശ്യമില്ലാത്ത ലൈറ്റ് കൊണ്ട് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഓക്കെ, വൈറ്റ് ആക്കണത് ശരിയാണ്. അല്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വെച്ചാൽ നമുക്ക് കളർ കോഡ് ചെയ്യണോണ്ട് വിഷയങ്ങളൊന്നുമില്ല. UDF അധികാരത്തിൽ വന്നാൽ വി ഡി സതീശൻ വാഹനങ്ങളുടെ മോഡിഫിക്കേഷനൊക്കെ നല്ല രീതിയിൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുക? അത് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഇതിൻ്റെ കീഴിലുള്ളതാണെന്ന് കൂടി കേട്ടിരുന്നു. അപ്പോൾ എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം നടത്തട്ടെ. വാഹനങ്ങൾ അതുപോലെ അതായത് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്നത് എപ്പോഴും അപകടം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ മറ്റുള്ള ഡ്രൈവർമാർക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ലൈറ്റിങ്ങും കാര്യങ്ങൾ. അതുപോലെ ശബ്ദത്തിൽ പാട്ട് വയ്ക്കുന്നത്, അതെല്ലാം അതായത് ട്രാൻസ്പോർട്ട് റൂൾസിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറരുതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ബാക്കിയുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ ഇതാക്കിക്കൂടെ? നിങ്ങൾക്ക് ഒഴിഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. റോഡിലാകുമ്പോൾ അത് പബ്ലിക്കിൻ്റെ സ്പേസാണ്, അവിടെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് കേന്ദ്ര നിയമങ്ങളാണത്. അത് അവിടുന്ന് വന്നാലേ പറയാൻ പാടുള്ളൂ. കേരളത്തിന് അതിന് ഒരു നിയമമില്ല. കേന്ദ്ര നിയമമാണ് അത് വാഹനത്തിൻ്റെ ഇത് കൊണ്ടുവരുന്നത്. വാഹനം മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇത് പുതിയ ഇറക്കാൻ വേണ്ടിട്ടാ. ഈ ബസ്സുകളിലൊക്കെ കളർ കോഡ് അടിക്കുക, ലൈറ്റിങ്. കളർ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി അറിയില്ല. മറ്റേതാകുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും അറിയാം. അങ്ങനെ രണ്ടിതുണ്ട്. ടൂറിസ്റ്റ് ബസ് ആകുമ്പോൾ എപ്പോഴും നല്ല അടിപൊളിയായിരിക്കും. അടിച്ചു കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാവും, നല്ല ലുക്കായിട്ടുണ്ടാവും. മറ്റേത് ഏത് ബസ് നമ്മൾ പോകുമ്പോഴും ആൾക്കാർ ബസ് കളർ കണ്ടിട്ടാണ് നോക്കുക. ഏത് ആൾക്കാർ കളർ കണ്ടിട്ട് ഏത് ബസ്സും ശ്രദ്ധിക്കാം. ഏത് വണ്ടി ആയാലും അത് മാത്രമേ കയറുള്ളൂ ആൾക്കാർക്ക്. അല്ല, ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തെ ആൾക്കാർക്ക് ഉണ്ടാവും, വായിക്കാൻ അറിയില്ല. അപ്പോൾ ഏത് ബസ്സായാലും അത് നോക്കില്ല, ഇന്ന കളർ നോക്കില്ല വണ്ടി കയറുള്ളൂ. ഈ വാഹന മോഡിഫിക്കേഷനൊക്കെ പൂർണ്ണമായി നിരോധിക്കുന്നവരുണ്ടാവുമല്ലോ, അവരോട് എന്താ പറയാ? അവരോടിപ്പോൾ എന്താ പറയാന്ന് ചോദിച്ചാൽ, പിന്നെ അതിനെ പറ്റില്ല നമുക്ക് അതിനെ പറ്റി ഞാനെന്താ പറയുന്നത്? നിരോധിക്കണെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ട്? നിരോധനെ പറ്റി കുറിച്ചിട്ട് എന്താ പറയാന്ന് വെച്ചാല്, പിന്നെ നിരോധിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞു, അല്ലെങ്കിൽ തുടങ്ങുന്നു. മോഡിഫിക്കേഷൻ അപകടമില്ലാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ കുഴപ്പമില്ല. നല്ലത് മോഡിഫിക്കേഷൻ വേണം. അതെ, നമ്മളിപ്പോൾ യൂത്തന്മാരൊക്കെ എന്തായാലും മോഡിഫിക്കേഷൻ ആഗ്രഹിക്കണവരാണ്. ഇപ്പോഴത്തെ യുഗം മൊത്തം ഒഴിവാക്കിയില്ലേ? എനിക്ക് എൻ്റെ ആശാൻ പറയും. ആശാൻ വീട്ടിൽ എന്ന് പറഞ്ഞ ആള് വിഡ്ഢിയാണ്. അയാളെ കൊണ്ടൊന്നും അയാൾ വെറുതെ എന്തെങ്കിലും പറയാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കളികൾ വേറല്ലേ.
മ്യൂസിക് ഒരു വേണ്ടാത്തൊരു പരിപാടിയാണ്. അത് ആളുകൾക്ക് ഫോൺ ചെയ്യാനും, ആളുകൾ പല ഹോസ്പിറ്റലിൽ പല സ്ഥലങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ടാവും, മാനസികമായ പ്രയാസമുള്ള അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഫോൺ ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. അതിനൊക്കെ ഈ ബസ്സിൻ്റെ ഉള്ളിൽ, പ്രൈവറ്റ് ബസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതി മ്യൂസിക്കാണ്. പിന്നെ ഈ ബസ്സിൻ്റെ സ്റ്റെപ്പ്, യാത്ര ചെയ്യുന്ന സ്റ്റെപ്പില്ല, അത് വയസ്സായ ആളുകൾക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റെപ്പ്, അതുമാതിരി ബസ്സിൻ്റെ മുൻഭാഗത്തേക്ക് സീറ്റ് അകലില്ലാതെ കുത്തിത്തിരക്കിയുള്ള സീറ്റ്, ഇതൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ സുരക്ഷിതമായ രീതിയിൽ വാഹനം മോഡിഫിക്കേഷൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട് VD സതീശൻ. അതിനെക്കുറിച്ച് എന്താ പറയുക? UDF LDF ഇത് രാഷ്ട്രീയ നിലപാടാണ്. അതുമായിട്ട് എനിക്ക് വലിയ ഒരു ബന്ധമില്ലാത്ത ആളാണ്. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഉത്തരവാദിത്ത ബോധം എല്ലാവരും കാണിക്കണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ്. അപ്പോൾ UDF വന്നാലും LDF വന്നാലും വേറെ ഏത് പാർട്ടി വന്നാലും നാടിന്റെ കാര്യത്തിൽ ഒരു ചൂടും ചുക്കാന്തി എല്ലാവരും അഭിപ്രായത്തോടെ എന്തെങ്കിലും പറയാനുണ്ട്? ഏതാ അഭിപ്രായത്തോട്? UDF അധികാരത്തിൽ വന്നാൽ നല്ലൊരു ഭരണം അവർ കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കാം. കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ ഇതിൽ ഓരോ വാഹനങ്ങൾ വരുമ്പോൾ ആ വാഹനങ്ങൾ ഓരോരുത്തർ എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ, അതായത് ചിലത് നീല കളറാക്കുന്നു, ചിലത് പച്ച കളറ്, അതൊന്നും ആക്കാൻ പറ്റില്ലല്ലോ ഈ സർക്കാർ വന്നേ മുതൽ. അപ്പോൾ VD സതീശൻ വരികയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ യുവാക്കൾക്ക് അത് പോവാൻ മോഡിഫിക്കേഷൻ ചെയ്യാൻ നല്ല കാര്യമാണ്. ജോലിയല്ല, ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതൊരു ജോലിയല്ലല്ലോ. ജോലി മറ്റേ വർക്ക്ഷോപ്പുകാർക്ക് ജോലി കിട്ടും, മറ്റവർക്ക് പണിയും കിട്ടും. അത് ഇപ്പൊ ഈ സർക്കാരാണെങ്കിൽ അത് അയാൾ അങ്ങനെ കേസും കാര്യങ്ങളൊന്നും എടുക്കില്ല എന്നാ പറയുന്നത്. അപകടകരമല്ലാത്ത രീതിയിൽ ഇട്ടോ. ഓവർ ലൈറ്റ് ഒന്നും പാടില്ല. ഓവർ ലൈറ്റ് പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബസ്സിനെ പറ്റി നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ നാട്ടിൽ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബസ്സിനെ പറ്റി അറിഞ്ഞില്ലേ? അയാൾക്ക് 2 സ്റ്റെപ്പ് കയറാൻ എവിടേക്ക് വേണം? ലിഫ്റ്റ് വേണ്ടേ? അപ്പൊ അതും നമ്മുടെ നാട്ടിൽ നടന്നതല്ലേ? ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടും പിണറായി വിജയന്റെ ബസ് എവിടെ ഇപ്പോ? കട്ടപ്പുറത്താ. അതും അത്ര മോഡിഫിക്കേഷൻ ചെയ്തില്ലേ? അപ്പൊ അത് നടക്കാൻ പാടുണ്ടോ? എനിക്ക് പറയാനുള്ളത് ബൈക്കിൻ്റെ ഒക്കെ മോഡല് അത് ഒഴിവാക്കാനല്ലേ. ഇവിടെ ഈ കുട്ടികളെ ആദ്യത്തും കാട്ടിയിട്ട് ബൈക്ക് കൊണ്ടാണ് പോവാണ്, എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആക്സിഡന്റ് അത് സാധാ ബൈക്കാണ്ട് ഓടിച്ചാൽ പോരെ, ഒരു കുഴപ്പമില്ലല്ലോ. അല്ലാതെ പറയുമ്പോൾ മോഡലാക്കണം അതാകണം എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല കാര്യമല്ല. അതൊക്കെ ഒരു ഫാഷനായി കൊണ്ടുപോയി നടക്കുന്ന ആൾക്കുണ്ട്. ഫാഷൻ ഓവറാവുമ്പോഴാണ് ഇത് പ്രശ്നം. സാധാ ലെവലിലേക്ക് പോകുമ്പോൾ അത് നല്ല കാര്യമാണ്. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ഒരാളാണ്. അത്രേ പറയാനുള്ളൂ. അല്ല, കാലത്തിനനുസരിച്ച് ഒരു മാറ്റമൊക്കെ വരണ്ടേ? അത് എന്നും ഇപ്പം അങ്ങനെ നിൽക്കാൻ പറ്റുമോ? അപ്പം അതൊക്കെ ആയിക്കോട്ടെ, കുറേ ദിവസമൊക്കെ ആവാം. അത് ഞങ്ങളെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ കുഴപ്പം? അത് ഉണ്ടായിക്കോട്ടെ. നമ്മൾ അനുകൂലിക്കും. ഞാനൊരു കോൺഗ്രസ്സുകാരനാവുകൊണ്ട് അനുകൂലിക്കും. അതാവാമല്ലോ, നല്ലതല്ലേ? നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണ്? അത് നിങ്ങളുടെ അഭിപ്രായമാണല്ലോ. നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളും നല്ലതായിരിക്കട്ടില്ല. മാറ്റങ്ങൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടാകും, പക്ഷെ അവരെ നിയമത്തിൻ്റെ ഇതിൽ അത് അനുവദിച്ച് തരണം എന്നുള്ളതാണ്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അവരവരുടെ പൈസ ഇറക്കി എടുത്ത വണ്ടി അവരവരെ കാശ് ചിലവാക്കി ഇതാക്കുന്നത്, അത് അനുവദിച്ച് തരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പ്രത്യേകതകൾ, മാറ്റങ്ങൾ, അതിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ട്രാൻസ്പോർട്ട് മന്ത്രി ആവുകയാണെങ്കിലല്ലേ അയാൾക്കല്ലേ അതിന് നിയമമുള്ളൂ. അത് ഏത് ഭരണം വന്നാലും ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ പ്രത്യേകതയാണ്. അതിന് നമ്മളെന്താ പറയുക? അത് ഭരണം ആര് വന്നിട്ട് എന്താ പറയുക? സതീശനായാലും ശരി, മുഖ്യമന്ത്രി മറ്റേ പിണറായി ആയാലും ശരി, ഈ നമ്മുടെ നിയമപ്രകാരം ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ നിയമത്തിൽ പെട്ടാണ് കമ്പനി വാഹനം കമ്പനിയുടെ സൗകര്യത്തിന് മാത്രം ഇറക്കുക, അത് ഉപയോഗിക്കുക. അതിന് സൗകര്യം ഇല്ലാത്ത ഈ നാട് വിട്ടു പോയിക്കോട്ടെ, തൊടാൻ പാടില്ല.
അതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അടുത്തുള്ള വാഹനങ്ങൾ ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കും. വാഹനങ്ങൾ വരുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ നല്ല കാര്യങ്ങൾ നടക്കുള്ളൂ. എല്ലാവർക്കും മോഡിഫൈഡ് ചെയ്യാനാണ് ആഗ്രഹം. അതിപ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അറബ് രാജ്യങ്ങളിൽ ഒഴിവാക്കും. അവിടെ ഇപ്പോൾ എന്ത് കേസാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നടപടി എടുക്കും. അതുപോലെ തല വെട്ടേണ്ട കേസാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തല വെട്ടും, കൈ വെട്ടേണ്ട കേസാണെങ്കിൽ കൈ വെട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് കേസ് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും വലിയ നടപടിയൊന്നും ഇല്ലാതില്ല. പിന്നെ ഇപ്പം അതിന് മാത്രം ഇപ്പോൾ ഒരു ഇതില്ലല്ലോ. UDF അധികാരത്തിൽ വന്നാൽ സുരക്ഷിതമായ രീതിയിൽ വാഹന മോഡിഫിക്കേഷൻ നടത്തുമെന്ന് പറയുന്നുണ്ട്. അവർക്ക് നടത്താൻ കഴിയില്ല. അതിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവരെന്നെ നടത്തും, ഗണേശനെ നടത്തും. പിന്നെ ഇപ്പോൾ അവർ വന്നിട്ട് ആര് വന്നാൽ എന്താ, അവർ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഏത് ഗവൺമെൻറ് വന്നാലും നമുക്ക് ആവശ്യം എന്താണ്, നമ്മളെ തൊഴിലിനെ ബാധിക്കുന്ന പ്രശ്നമാണ് പ്രൈവറ്റ് വണ്ടി. അത് കള്ള ടാക്സി ഓടുകയാണ്. നമ്മളിവിടെ രാവിലെ തൊടുത്തിട്ട് ഇൻഷുറും ടാക്സും GPS ഒക്കെ വെച്ചിട്ട് വെറുതെ കിടക്കുക, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോവുക. അതാണ് നടക്കുന്നത് ഇവിടെ. അതൊന്നും തിരിഞ്ഞു നോക്കാൻ ഒരു അധികൃതരും ഇവിടെ കാണുന്നില്ല. അതിനെയാണ് ആദ്യം വഴിക്കേണ്ടത്. നിയമം നിയമത്തിന്റെ വഴിയെ പോകൂ എന്ന് പറയുമ്പോഴും ആ നിയമങ്ങൾ മാറുന്ന കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ സുരക്ഷിതമായ മോഡിഫിക്കേഷന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. കേരളത്തിലും അത്തരമൊരു നയം രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ യുവാക്കളുടെ ക്രിയേറ്റിവിറ്റിയും സംരക്ഷിക്കപ്പെടും, റോഡ് സുരക്ഷയും ഉറപ്പാക്കാം. അധികാരികൾ കണ്ണടയ്ക്കുന്നത് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന സാധാരണക്കാരുടെ ജീവിതത്തിന് നേരെയാകരുത്.